എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കറപുരളാത്ത കൈകളും ഒഴുക്കുത്തേൽക്കാത്ത മനസ്സുമായി നമ്മെ നയിക്കുന്ന ഇന്ത്യൻ മുസൽമാന്മാരുടെ അത്താണിയും സ്നേഹനിധിയുമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഖത്തർ KMCC പ്രസിഡന്റ് അവരുകളെ, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. KMCC നമ്മുടെ അറബ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. ഖത്തർ KMCC മാതൃയോഗ്യമായ പല പ്രവർത്തനം ചെയ്തുകൊണ്ട് നമ്മളെ കൂടുതൽ അതിന് ആവേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുന്നതായ സഹായങ്ങൾ, ധനസഹായങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്കുള്ളതാണ്. അതുപോലെ പല രംഗത്തും പ്രവർത്തിച്ച ഈ സമൂഹത്തിൻ്റെ പല മാതൃക കാണിച്ചു കൊടുത്തതായ പലർക്കും നൽകപ്പെടുന്ന അവാർഡുകളാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതായ മനുഷ്യ സഹോദരങ്ങൾക്കുള്ളതായ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ നിലക്കുള്ള വിജയവും നേരുകയാണ്. ഇന്ന് ഖത്തർ KMCയെ നാം അഭിനന്ദിക്കുന്നു. ഇന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ധാർമ്മികമായ ആ ഭാഗത്തു നിന്ന് അകന്നു പോവുകയും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് നുഴഞ്ഞുകരം ചെയ്യുന്ന ഒരവസ്ഥ രാജ്യത്തെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും അക്രമങ്ങളും നശീകരണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ സാംസ്കാരിക സംഘടനയായ KMCC അത് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും അവരെ കണ്ണീർ പോകാൻ വേണ്ടിയുള്ളതായ സഹായധനങ്ങൾ അവർ നൽകുകയാണ്. വാസ്തവത്തിൽ ഐഹികമായ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അതൊരു വലിയ സുഖകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ളതായ പ്രവർത്തനം ചെയ്തുകൊണ്ട് സമൂഹത്തെ സഹിക്കുവാനും ദുരിതം അനുഭവിക്കുന്നവരെ അവ കണ്ണീർക്കുവാനും നാം മുന്നോട്ട് വരും. ഇത് രാഷ്ട്രീയമായ പ്രസ്ഥാനമല്ല, ഈ സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കി പഠിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് KMCC മനസ്സിലാക്കുന്നത്. ഇതിൽ മുൻപ് നിൽക്കുന്നത് ഖത്തർ KMCC ആണ്. ഈ KMCCക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവർ ചെയ്തതായ കാര്യങ്ങൾ ഒരു സൽക്കരമായി അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കിക്ക് മുമ്പിൽ വിരിമാറ് കാട്ടി അറബിക്കടലിന്റെ അലമാലകളെ നെറുനിണം കൊണ്ടു ചഞ്ചായമണിയിച്ച ഷഹീദ് മില്ലത്ത് കുഞ്ഞാലി മരക്കാരുടെ നാട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അഭ്യസിച്ച മുസ്ലിം ലീഗിന്റെ കിരീടം വയ്ക്കാത്ത സുൽത്താൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയങ്കരായ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വാർത്താ മാധ്യമ പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ പെട്ടെന്ന് പ്രസംഗിക്കേണ്ടി വരും എന്ന് കരുതിയില്ല. ഞാൻ വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്. കുഞ്ഞാലി മരക്കാരെന്നൊക്കെ പറഞ്ഞാൽ വേറെ ആരോന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അത് ഞാനാണെന്തോ. ഞാനപ്പോൾ പെട്ടെന്ന് ഈട്ടിനോട് ചോദിച്ചു, ഇവിടെ ഇപ്പം എന്താ പ്രസംഗിക്കേണ്ടത്? തനി രാഷ്ട്രീയം പറയാൻ പറ്റുമോ, അതോ ഇവിടുത്തെ ഇതിനനുസരിച്ചൊക്കെ വല്ലതും പറഞ്ഞാൽ മതിയോ? രണ്ടുപോലും എന്നോട് പറഞ്ഞില്ല. ഞാനിപ്പോൾ രക്തശങ്കയിൽ ഇങ്ങനെ നിൽക്കുക. ഏതായാലും ശരി, ഒന്ന് പോയി നോക്കുക മുമ്പക്ക് എവിടെ എത്തണമെന്നുള്ളത് എനിക്കറിയില്ല. ഖത്തർ KMCC ആണ് ഈ പരിപാടി നടത്തുന്നത്. ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇവിടെ അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പറഞ്ഞ പോലെ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന
മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റാണ് ഖത്തറിലുള്ള KMCC. യാതൊരു സംശയമില്ല. അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ഇപ്പം തന്നെ വേദിയിൽ വെച്ച് ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഉണ്ണി ഇവിടെ പ്രസംഗിക്കാനുള്ള അദ്ദേഹം അവിടെ അടുത്ത 11-ാം തീയതി ഒരു പരിപാടിയുണ്ട്, അതിന് ചെല്ലണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ 11-ാം തീയതി വരാൻ കഴിയില്ല, കാരണം 2-ാം തീയതി KMCCൻ്റെ പരിപാടി വേറെയുണ്ട്, എന്നാൽ ഈട്ടിയോ വേറെ ആരെങ്കിലും പോയി. അപ്പോൾ ഈട്ടി പറഞ്ഞു ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലാണ്, ഒരു ഖത്തർ എക്സ്പെർട്ടായി മാറിയിരിക്കണം ഞാൻ, എന്നാൽ വേറെ ആരെങ്കിലും ഒന്ന് പോട്ടെ. അത് കാണിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സജീവമായി എപ്പോഴും നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അസൽ രൂപമാണിത്. നമ്മുടെ സംഘടനയുടെ ഒരു അസൽ രൂപമാണത്. അവിടെയുള്ള KMCCൻ്റെ വളരെ നല്ല പ്രവർത്തകന്മാരുണ്ട്, അവരിൽ വൻകിട വ്യവസായികളുണ്ട്, നല്ല പണക്കാരുണ്ട്, അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. പറഞ്ഞതിൽ നമുക്ക് മാനക്കേടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചിലരുണ്ട് അപ്പുറത്ത്, എന്താ വെച്ചാൽ പണക്കാരേറ്റാണ് ഓല സകലടപാടും, അതിൽ വകതിരിവേ ഇല്ല. അത് ലോട്ടറിക്കാരനായാലും വേണ്ടിയില്ല, അതുപോലെ തന്നെ ബ്ലേഡ് കമ്പനിക്കാരനായാലും വേണ്ടിയില്ല, നോട്ടടിച്ച് വിൽക്കണവനായാലും തിരക്കേടില്ല, മുങ്ങി നടക്കണവനായാലും തിരക്കേടില്ല. മുങ്ങി നടക്കണവൻ്റെ അടുത്ത് പോയി പിരിവ് വാങ്ങണം നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ? അതായത് മുങ്ങി നടക്കുക, പോലീസിന് പിടി കൊടുക്കാതെ കേസിൽപ്പെട്ട ആൾ മുങ്ങി നടക്കുക, എന്നെ കൈസിലാക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ 2.5 കോടി തരാ എന്ന് പറഞ്ഞ് അത് വാങ്ങുക. അമ്മാരി പണിക്കൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ പ്രവർത്തകന്മാരിൽ നേതാക്കൾ എതിരെ കിട്ടിയിട്ടില്ല. അമ്മാരി പണക്കാരല്ല. അവിടെയൊക്കെ പോയി അധ്വാനിച്ച് അതങ്ങനെ കാശുണ്ടാക്കി വന്ന ആൾ അവരെല്ലാവരും ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ പണം ഒരു പോർഷൻ, ഒരു ഭാഗം ഈ വക സംഗതിക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ആകാശത്തുനിന്ന് വിപ്ലവം ഇറങ്ങി വരും, എന്നിട്ട് ഇങ്ങൾക്കൊക്കെ കഞ്ഞിയും ചോറും തിന്നാം എന്ന നിലക്ക് ഇരിക്കണ കൂട്ടരല്ല. ഇരിക്കുന്ന കാലത്ത് വല്ലതുമൊക്കെ ചെയ്ത് മനുഷ്യനെ സഹായിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് നമുക്ക് വിശ്വാസം. ആ ഒരു വിശ്വാസം അനുസരിച്ച് എല്ലായിടത്തും ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. ബഹുമാനായ ശിഹാബ് തങ്ങൾ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ കുവൈത്ത് പോവുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ 2 ദിവസം മുമ്പാണ് ദുബായിൽ നിന്ന് എന്ത് വന്നത്. എവിടെ പോയാലും എപ്പോഴും ഈ പരിപാടി, ഇതാ ഈ സ്റ്റേജിൽ തന്നെ മക്കത്തെ കുട്ടികളുണ്ട്, ജിദ്ദയിൽ ആളുകളുണ്ട്, മസ്കറ്റിലെ ആളുകളുണ്ട്, അതേപോലെ ബാക്കി എല്ലാ പ്രദേശത്തെ ആളുകളുമുണ്ട്, എല്ലാ സംഘടനാ ഭാരവാഹികളുണ്ട്, ദുബായിൽ UAE ആളുകളുണ്ട്, എല്ലാ ഗൾഫിലും എല്ലാവർക്കും ഒരു പണി മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ ടൈം, ഒഴിവുള്ള നേരം. അത് ബിസിനസ്സുകാരനായാലും തിരക്കില്ല, ജോലിക്കാരനായാലും തിരക്കില്ല, വേറെ ആരായാലും തിരക്കില്ല, പാർട്ടി അത് ബദ്ധശ്രദ്ധമായി നോക്കുകയാണ്. ഒരു സ്പെയർ ടൈമിൽ നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ കാര്യം കൂടി നോക്കണം എന്ന ഒരു പണി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പണി അവരൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രൂപത്തിലും ഭാവത്തിലും വരുന്ന മാറ്റം കണ്ടില്ലേ? അതായത് ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. 10 കൊല്ലം മുമ്പ് കണ്ടോന ഇപ്പം കണ്ടാൽ തിരിയോ? ഓൻ്റെ മോന പഴയ ആളുടെ മോനാണെന്ന് വിചാരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. 20 കൊല്ലം മുമ്പ് കണ്ട ആളുകൾ, എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ചില ആളുകളെയൊക്കെ എൻ്റെ പഴയ ഓർമ്മക്ക് ഞാൻ കണ്ടുകൂട്ടിയിട്ട് ഞാൻ ചോദിക്കും ചിലപ്പോൾ ചില സദസ്സെന്നൊക്കെ ഇന്ന ആളല്ല, ഞാൻ ഓൻ്റെ മോനാണെന്ന് പറയും.
മനുഷ്യനിങ്ങനെ ഭാവമാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ, രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓരോ ആളുകളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ, അവിടെയൊക്കെ പോയി ജോലി ചെയ്ത് 10-40 കൊല്ലം കഴിയുമ്പോൾ, അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവർ ദുന്യാവിലേക്കുള്ളത് ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ സ്പെയർ ടൈം ഈ വക കാര്യങ്ങൾക്ക് മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടേക്കുള്ളതും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം അതാണ്, അതിൻ്റെ ഒരു ഈമാൻ്റെ ശക്തി അതാണ്. എല്ലാവരും പൊതുപ്രവർത്തനത്തിലേക്ക് വരിക. ഞങ്ങൾ പറയുന്ന അതാണ്. അത്ര മെച്ചപ്പെട്ട പണി വേറൊന്നുമില്ല. ബിസിനസ്സുകാരനായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥനായാലും കൂലിവേല ചെയ്യുന്ന ആളായാലും ശരി, നിങ്ങളുടെ സ്പെയർ ടൈം ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മെച്ചപ്പെട്ട പണി വേറെ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ദാ വീട്ടിൽ പോയിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു CH സെൻറ്റർ നടക്കും. എന്താ അവിടുത്തെ പണി എന്നറിയോ? മരുന്ന് വാങ്ങാൻ ആളില്ലാത്ത ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക. രോഗികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക്, ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ അതിന് സഹായിക്കുക. ഒരു ഗത്യന്തരവും ഇല്ലാതെ വേദന കൊണ്ട് പൊളയുന്ന ഒരു കുട്ടിക്ക് ഗുളിക വാങ്ങാൻ യാതൊരു വഴിയില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക. ഈ പണി മുസ്ലിം ലീഗ് ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ആരും വിചാരിക്കണ്ട ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം മാത്രമേ നടത്തുന്നുള്ളൂ എന്ന്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനം സുപ്രധാനമായ ഒന്നായി കരുതുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അരക്കായി പിരിച്ചുണ്ടാക്കി മനുഷ്യനെ സഹായിക്കാതെ നാട്ടിൽ മുഴുവൻ നടന്ന് വിപ്ലവം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആകാശത്ത് മനുഷ്യൻ തിന്നാനും കുടിക്കാനും ആരും ഇറക്കി കൊടുക്കൂല. അതല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് അനവധി സമ്പാദ്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് പലതും കാണാനുണ്ട്, ഞങ്ങൾക്ക് പലതും അവകാശപ്പെടാനുണ്ട്. നിങ്ങളിൽ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ മേലെ ആകാശവും താഴെ ഭൂമിയല്ലാതെ അള്ളാന്റെ വേണ്ടുകോടുകൂടി വേറെ ഒന്നും പറയാനുണ്ടാവില്ല. പോകുമ്പോൾ കൊണ്ടുപോകാൻ ഈ പറഞ്ഞ മാതിരി നല്ല പ്രവർത്തനമൊന്നും നടത്തിയതിൻ്റെ കഥയും പറയാനുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ പാര വെച്ചതും ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചതും 2 കല്ലെറിഞ്ഞതും ഒക്കെ അവിടെ വല്ലതും കിട്ടുമെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നല്ലാതെ അതിൻ്റെ മേപ്പട്ടും കീപ്പട്ടും വല്ലാതൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വെറുതെ പറയല്ല. കാരണം ഏത് ജീവകാരുണ്യ പ്രവർത്തനം ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. നമ്മളൊക്കെ ഇവിടെയല്ലേ ജീവിക്കുന്നത്. ഈ ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയതായി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിം ലീഗിന് അത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രവർത്തനത്തിൻ്റെ രൂപരേഖ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനമാണ് ഖത്തറിൽ ഉള്ള KMCC ഇവിടെ വരുന്നത്, ഇന്നിവിടെ നടത്തുന്നത്. അതുപോലെ എല്ലാ ചെറിയൊരു സൗദിയിലൊക്കെ ഇതാ മമ്മൂട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. സൗദിയിലൊക്കെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഞാൻ പറയട്ടെ, ഈ നാട്ടിലുണ്ടായ മാറ്റത്തിന് കാരണം ഇതാണ്. അല്ലാതെ 40 കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞ മാറ്റമാണോ ഇവിടെ ഉണ്ടായത്? ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളും ആളുകളും ഒക്കെ ഇവിടെ പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം ഇവിടെ മനുഷ്യൻ കഞ്ഞി കുടിച്ച് കഴിയോ? ഇല്ല. ഗൾഫ് നാട് അവിടെ വന്നതുകൊണ്ടും അതേപോലെ തന്നെ അവിടെ പോയി അധ്വാനിക്കുന്ന ആളുകൾ അവർ പണം ഇങ്ങോട്ട് അയക്കുന്നത് കൊണ്ടും അങ്ങനെ കിട്ടുന്ന പണമാണ്, അങ്ങനെ കിട്ടുന്ന അവരയക്കുന്ന ആ ഫണ്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, ഇവിടെ ഈ KMCCയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, മാതൃകായോഗ്യമാണ്. ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കോപ്പി ചെയ്യാൻ വേണ്ടത്, ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുക വേണ്ടത്. ഞങ്ങൾ മുസ്ലിം ലീഗ് ഇവിടെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൊട്ടാകെ പറഞ്ഞാലും അതിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ ഈ തരത്തിലുള്ള പ്രവർത്തനമാണുള്ളത്. ആകെ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, ഇവിടെ വന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ചില ആളുകൾ ചോദിക്കും, ലീഗ് ഉണ്ടായിട്ട് ഇപ്പം എന്തേ ഗുണമുണ്ടായി? മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ട് എന്തേ ഗുണമുണ്ടായി? ആ ഗുണം തിരിഞ്ഞു നോക്കിയാൽ കാണാം. ആ ഗുണം തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ പ്രാവർത്തികമാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്.
സമൂഹത്തിൽ വന്ന മാറ്റം, ഇവിടെ സമൂഹത്തിന് വന്ന മാറ്റം നിങ്ങൾ കാണുന്നില്ലേ? എവിടെയാ ഇന്ത്യ രാജ്യത്ത് ഈ തരത്തിലുള്ള ഒരു മാറ്റം എവിടെ ഉണ്ടായത്? സംഘടിതമായ ശക്തിയിലൂടെ ഒരു സമൂഹത്തെ പുനരുദ്ധാരണം ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക, അവിടെ വിദ്യാസമ്പന്നരാക്കുക, അവരെ മതവിജ്ഞാനമുള്ളവരാക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ടാക്കുക. ചെറുപ്പത്തിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന സമയം വരെ കുട്ടികൾക്ക് ഒരവസരം ഇല്ലാതാവാൻ പാടില്ല. ഭരണഘടന ഇന്ത്യയിൽ ആളുകൾക്ക് നൽകുന്ന ഒരു ഉറപ്പതാണ്, ഇക്വാലിറ്റി ഉറപ്പ്. എല്ലാവർക്കും തുല്യ അവകാശം. അതെല്ലാവരുടെയും മൗലിക അവകാശമല്ലേ തുല്യാവകാശം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ അത് കൊടുക്കണ്ടേ? പക്ഷേ ഈ രാജ്യത്ത് ഏതൊക്കെ സ്റ്റേറ്റിൽ അത് കിട്ടുന്നുണ്ട്? ഏതൊക്കെ സ്റ്റേറ്റിൽ അത് കിട്ടുന്നുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസമൊക്കെ മൗലികാവകാശമാണ്. നമ്മുടെ സഹോദരിമാരിയ്ക്കുന്നു, അവരെ കുട്ടികൾ, ഏത് രക്ഷിതാവിന് താല്പര്യമില്ലാത്ത അവനാൻ്റെ കുട്ടിയെ നല്ല സ്ഥലത്ത് പഠിപ്പിക്കണം എന്ന് താല്പര്യമില്ലാത്ത ആളാരാണ്? ഇവിടെയുള്ള ചിലപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിൻ്റെ ചില ആളുകളൊക്കെ ചെയ്യുന്ന പോലെ അവനാൻ്റെ കുട്ടികളെ നല്ല സ്കൂൾ ലോകത്ത് എവിടെയുള്ള ചവിടുക്കാക്കുക, എന്നിട്ട് നാട്ടുകാർക്കുള്ളതൊക്കെ ഗവൺമെന്റ് സ്കൂള്, ഞമ്മക്ക് തനക്കത്ര മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എല്ലാവർക്കും നല്ല സ്കൂൾ വേണം, എല്ലാവർക്കും നല്ല സ്റ്റാൻഡേർഡുള്ള കലാലയങ്ങൾ ചെറുപ്പം തൊട്ട് അവസാനം വരെ വേണം. നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രം നല്ല സ്കൂളിൽ പഠിച്ചാൽ പോരാ. നേതാക്കന്മാരുടെ മക്കളൊക്കെ ലണ്ടനിൽ, അല്ലെങ്കിൽ ഊട്ടിയിൽ, അല്ലെങ്കിൽ വേറുള്ള സ്ഥലത്ത്, എന്നൊരു നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ മക്കളൊക്കെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. ഇതെന്ത് തരം പ്രിൻസിപ്പിളാണ്? ഇത് ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നത് പോലെ തുല്യാവകാശം വേണം. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഫൈറ്റ് ചെയ്തത്. ഇന്ത്യയിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടാ വേറൊരു സ്റ്റേറ്റിൽ ആ ഫൈറ്റ് വിജയിച്ചത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബുദ്ധിജീവികളില്ലേ ഇവിടെ? എഴുത്തുകാരില്ലേ ഇവിടെ? ചിന്തിക്കുന്ന ആളുകളില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ലീഗിനെ അംഗീകരിക്കുന്നില്ല? എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് വിജയിച്ച സ്റ്റേറ്റ് കേരളം മാത്രമാണ്. വേറൊരു സ്ഥലത്തും അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ മുഖം കണ്ടാൽ അറിയാം അവർക്ക് അത്യാവശ്യം വിവരം ലഭിച്ചവരാണ് എന്ന്. അല്ലാത്ത നിരക്ഷര കുച്ചിയുടെ ഒരു ലോകം ഇവിടെ പടുത്തുയർത്താൻ മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല. ആ നേട്ടത്തിന്റെ കിരീടം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണ്, ലീഗ് ലീഡർഷിപ്പിനാണ്. വേറെ ഇന്ത്യ രാജ്യത്ത് ആർക്ക് ഏത് സ്റ്റേറ്റിൽ ഈ ഒരു നേട്ടം ഇവിടെ ഉണ്ടാക്കാൻ പറ്റി? എന്തിനാ ലീഗ് ഉണ്ടാക്കിയത്? എന്തിനാ പാർട്ടി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തുല്യാവകാശം കൊടുക്കാൻ, എല്ലാവർക്കും സ്കൂളും കോളേജും ഉണ്ടാക്കി കൊടുക്കാൻ. എന്തേ മറ്റോടത്തില്ലാഞ്ഞു? ബംഗാളിലില്ലാഞ്ഞു? ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. കേൾക്കുന്ന ആരാണെങ്കിലും എന്നോട് തർക്കിക്കട്ടെ. ബംഗാളിൽ ഈ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ സ്വാതന്ത്ര്യം കിട്ടി 60 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പറ്റിയോ? പറ്റിയിട്ടില്ല. എന്നാ കേരളത്തിൽ പറ്റി. അവിടെ എത്ര കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചു? 30 കൊല്ലം. കേരളത്തിൽ അത്രയും ഭരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവരുള്ള സീറ്റൊക്കെ അസംബ്ലിയിൽ എപ്പോഴും ഒരേ പാർട്ടി തന്നെ ജയിച്ചു. എന്നാൽ കേരളത്തിൽ ഇവിടെ അങ്ങനെ സീറ്റൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ സീറ്റൊക്കെ പോയി. പക്ഷെ 60 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുടേതാണ് മെച്ചം? ആരുടേതാണ് മെച്ചം? നിങ്ങളുടെ നാട്ടിൽ അവർ ഭരിച്ചോർത്ത് ഇപ്പോഴും മുസ്ലിം ലീഗ് സംഘടന ഉണ്ടാക്കിയ നേട്ടം എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. അതിനെ വെല്ലാൻ മറ്റൊന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. കേരളം കണ്ട പ്രഗത്ഭനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്റെ വാഗ്ധോരണിയിലൂടെ ജനസഹസ്രങ്ങളുടെ പ്രിയപ്പെട്ടവരായ മുസ്ലിം ലീഗിന്റെ കരുത്തരായ സെക്രട്ടറിമാരിൽ ഒരാളായ ജനാബ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ അല്പനേരം നിങ്ങളോട് പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുകയാണ്. അഭിമന്യരായ കേരള മുസൽമാന്മാരുടെ ആശയും അഭിലാഷവും പ്രതീക്ഷയുമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KMCC ഖത്തറിൻ്റെ പ്രസിഡന്റ് പി കെ അബ്ദുള്ള സാഹിബ്, സെക്രട്ടറി SM ബഷീർ,
ഖജാൻജി ഷാഫിച്ച, മറ്റ് ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട MLA മാർ കുട്ടിയാമ്പട്ടി സാഹിബ്, അബ്ദുറബ്, മമ്മണി അഹമ്മദ് സാഹിബ്, അതുപോലെ ഈ ബഹുമാനീയനായ വടകര ഉണ്ണി സാഹിബ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KMCCയുടെ മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, ബഹുമാന്യനായ തങ്ങളവർകൾ അല്പസമയത്തിനുള്ളിൽ KMCCയുടെ വളരെ ബൃഹത്തായ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. തങ്ങൾ കയറി വന്നതുകൊണ്ട് അല്പസമയം തങ്ങൾ വിശ്രമിക്കട്ടെ എന്നതുകൊണ്ട് മാത്രമാണ് 5 മിനിറ്റ് അതിനിടയിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ സംസാരത്തിന് ശേഷം നമ്മുടെ മറ്റ് പ്രഗത്ഭരായ നേതാക്കന്മാർ, അഹമ്മദ് കബീർ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രഭാഷണം ഉണ്ടായിരിക്കും. ഖത്തറിലെ KMCCയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും അതിൻ്റെ നന്മയുടെ ആഴവും പരപ്പും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞ ഒരു എളിയവനാണ് ഞാൻ. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വെച്ച് ഏതാണ്ട് 3/4 കോടി ഉറുപ്പികയുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് KMCC നടത്തുന്നത്. ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ, മറുനാടൻ മലയാളികൾ ഈ ഭൂമുഖത്തെവിടെയെല്ലാം ഉണ്ടോ ആ മറുനാടൻ മലയാളികളുടെ സംഘടനകൾ ഏതെല്ലാം വിധത്തിലുണ്ടോ ആ സംഘടനകളിൽ വെച്ചെല്ലാം ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനം KMCCയാണ് എന്ന അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുക. 3/4 കോടി ഉറുപ്പികയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, 2 പദ്ധതിയാണ്. അവരുടെ വെൽഫെയർ സ്കീമും അതോടൊപ്പം തന്നെ സ്നേഹപൂർവ്വം KMCC എന്ന പദ്ധതിയും. ഞാൻ അത്ഭുതത്തോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ടിട്ടുണ്ട്. അവരുടെ ഓഫീസിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കൊടുക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. തങ്ങളുടെ പണം വാങ്ങാൻ വേണ്ടി KMCC ഓഫീസിലെ ഓഫീസ് സെക്രട്ടറിക്ക് പണം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു പ്രവർത്തനമാണ്. ആ വിധത്തിലൂടെ പ്രവർത്തനം നടത്തിയ KMCCയുടെ വിശാലമായ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ മുഖച്ഛായ തന്നെയും പല വിധത്തിൽ വികൃതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഭൗതിക താല്പര്യത്തിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നുവെന്നും മനുഷ്യൻ്റെ വിശാലമായ മാനവികതയിൽ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെടുന്നുവെന്നുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വിരക്തി തോന്നുന്ന വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അക്രമത്തിനും ക്രിമിനൽ സ്വഭാവത്തിലുള്ള സംഗതികൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്ഥിതി വന്നു ചേർത്തിരിക്കുന്നു. അവിടെയാണ് കുഞ്ഞാലി സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്, അവൻ്റെ കഷ്ടപ്പാടാണ് ഏറ്റവും വലുത്. അവൻ്റെ മുമ്പിലുള്ളത് അവൻ്റെ വിശപ്പും അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ ദുരിതവുമാണ്. അത് രോഗിയാവട്ടെ, പട്ടിണി കിടക്കുന്നവനാകട്ടെ, മറ്റാ വിഭാഗത്തിൽപ്പെട്ട ഏത് വിഭാഗമാകട്ടെ. ഈ കാര്യം തിരിച്ചറിയുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ബൃഹത്തായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഭൗതികമായ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ ലക്ഷ്യമല്ല. മനുഷ്യജീവിതത്തിൻ്റെ അന്തിമമായ വിജയമായ പരലോക വിജയം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ ആരാധനയുടെ ഭാഗമായി എടുക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ നന്മയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ KMCCകളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ടാകുന്നു. അതുപോലെ കൊണ്ട് തന്നെയാണ് ഒരു കാര്യത്തിൽ കൂടി വ്യത്യാസമുണ്ട്. വിഷമിക്കുന്നവൻ്റെ, പട്ടിണി കിടക്കുന്നവൻ്റെ ഭാഷ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് അത് ജാതിയും മതവും പോലും ഞങ്ങൾ നോക്കാറില്ല. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് വെച്ച് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ധനസഹായ പദ്ധതിയുടെ വിതരണം ബഹുമാനപ്പെട്ട തങ്ങളവர்கள் നിർവഹിച്ചിരുന്നു. ഞാനതിൽ ആ യോഗത്തിലുണ്ടായിരുന്നു.
മണവാട്ടിയും ചെറുക്കനുമൊക്കെ അണിനിരന്ന് ഇവരിൽ നിന്ന് പണം ഏറ്റുവാങ്ങി 15 പവനായിരുന്നു ഓരോരുത്തർക്കും കൊടുത്തത്. ഞാൻ ഓർക്കുകയാണ്, തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ആദ്യമായി ഈ വിവാഹ സഹായം ഏറ്റുവാങ്ങാൻ വന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട ദമ്പതികളായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. പട്ടിണി കിടക്കുന്നവൻ്റെ ഭാഷയ്ക്ക് ജാതിയില്ല, ദുരിതമനുഭവിക്കുന്നവൻ്റെ ചിന്താഗതിക്ക് മറ്റ് മതത്തിൻ്റെ വേദിക്കെട്ടുകളില്ല. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഖത്തർ KMCCയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ നിർദ്ധരായ രോഗികൾക്ക് എത്രയോ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വിശാലമായ തലങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ വലിയൊരു വിജയമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങൾ, അവയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഈ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭ്യമാക്കാൻ വേണ്ടി ഇഹലോകത്ത് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിന് മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും പ്രസ്ഥാനങ്ങൾക്ക് പ്രകാശഗോപുരമായി ഉയർന്നു നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ KMCC ഖത്തറിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന് സംഭാവന കൊടുത്തവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും ഇതിന് നേതൃത്വം കൊടുത്തവരുമെല്ലാം തന്നെ അള്ളാഹു ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പരലോകത്തിൽ വെച്ച് വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായ അള്ളാഹു അതിനെ കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസ്ലിം ലീഗിന്റെ പ്രാസംഗികരിൽ പ്രാമാണികനായി കരുത്തരായ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ജനാബ് TA അഹമ്മദ് കബീർ സാഹിബിനെ പ്രഭാഷണത്തിന് വേണ്ടി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സമാദരണീയനായ നേതാവ് തങ്ങളവർകളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ്റെ മാന്യ സഹപ്രവർത്തകൻ ET മുഹമ്മദ് ബഷീർ സാഹിബ്, ഖത്തർ KMCCയുടെ നേതാക്കളായ PK അബ്ദുള്ള സാഹിബ്, ജനാബ് SM ബഷീർ, ഷാഫി, പ്രിയപ്പെട്ട MLA മാരെ, സഹോദരിമാരെ, സഹോദരന്മാർ, വളരെ ആഹ്ലാദകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി സംഘടിപ്പിച്ചതിന് ശേഷം വിദേശ നാടുകളിൽ എത്തിച്ചേർന്ന നമ്മുടെ സഹോദരന്മാർ ഇവിടെ നിന്ന് ലഭിച്ച പരിശീലനം വളരെ ആത്മാർത്ഥമായി കാത്തുസൂക്ഷിച്ചു എന്നതിൻ്റെ തെളിവാണ്. അറബ് നാടുകളിലെ KMCC പ്രവർത്തകർ ഇതപര്യന്തം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ എല്ലാ അറബ് നാടുകളിലും ഈ പ്രവർത്തനങ്ങൾ അർത്ഥപൂർണമായി ഫലപ്രദമായി അവർ സംഘടിപ്പിച്ചു വരികയാണ്. ഖത്തറിലും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്നു. വളരെ ആത്മാർത്ഥമായ ഈ പ്രവർത്തനങ്ങൾക്ക് നാടും നഗരവും നൽകുന്ന പിന്തുണയാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന കാര്യത്തിൽ സംശയം. അതിന് മുൻകൈയെടുത്ത ഖത്തർ KMCCയുടെ നേതാക്കളെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സുവ്യക്തമായ ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ജനതയെ
ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ സംഘടനക്ക് നിർവഹിക്കാനാവുക. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അവരിൽ അവകാശബോധം ജനിപ്പിക്കേണ്ടതുണ്ട്, അവരിൽ പ്രത്യാശ ജനിപ്പിക്കേണ്ടതുണ്ട്. അവകാശബോധവും പ്രത്യാശയും ജനിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ ആത്മവിശ്വാസത്തിലേക്ക് നയിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നയം എന്ന നിലക്കാണ് മുസ്ലിം ലീഗിനെ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന് തെളിവാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വർത്തമാന പത്രങ്ങളും നടത്തുന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളെന്ന് ഈ സദസ്സിന് ബോധ്യമുണ്ടാകും. ഇപ്പോൾ CPIയുടെ ദേശീയ സമ്മേളനം ഹൈദരാബാദിൽ സമാപിച്ചു. CPMന്റെ സമ്മേളനം ഇപ്പോൾ കോയമ്പത്തൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ CPIയുടെ ദേശീയ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലെ 112ാമത്തെ ഖണ്ഡിക ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിതര സാധാരണമായൊരു അനുഭവമായി നമുക്ക് ബോധ്യം വരികയാണ്. ആ ഖണ്ഡികയിൽ CPI നേതൃത്വം പറയുന്നത് സച്ചാർ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ദേശീയ മുഖമുണ്ടായത് എന്ന് CPIയുടെ ഈ ദേശീയ പ്രമേയത്തിൽ സൂചിപ്പിക്കും. എന്നിട്ട് CPI പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വളർച്ചയുടെ മുഖത്തേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവകാശബോധമുള്ള പ്രത്യാശയുള്ള ഒരു സമുദായമായി വളർത്തിക്കൊണ്ടുവരാൻ കാര്യബോധമുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാവണം എന്ന് CPI പറയുകയാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈകാരികമായ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു ജനതയുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ, ഒരു ജനതയെ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് നയിക്കാൻ മുസ്ലിം ലീഗ് കൊടുങ്കാറ്റ് നടുവിൽ കഠിനാധ്വാനം ചെയ്യുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുസ്ലിങ്ങളുടെ മുകളിൽ ഭീകരമായ, ഉദ്വേഗജനകമായ, സംഭ്രമഭരിതമായ ഒരു സാമൂഹ്യ ചിത്രം നിറച്ചു വെച്ചപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ മാപ്പിളമാരെ സജ്ജമാക്കുകയാണ് ചെയ്തത്. മാപ്പിള മണ്ണും മാപ്പിള മനസ്സും ഈ നേതൃവലയത്തിലേക്ക് കടന്നു വന്നതിന്റെ ഫലമായി നേരത്തെ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ പുരോഗതിക്ക് കാരണമായ രീതിയിൽ നമ്മുടെ ഈ ജനശക്തിയെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് നമ്മൾ ഇപ്പോൾ ഈ യോഗം നടക്കുന്നത് ചേളാരിയിലാണ്. വെളിപ്പാടകലെ തേഞ്ഞിപ്പലത്ത് ഒരു സർവകലാശാലയുടെ മിനാരങ്ങളുണ്ട്, ഗോപുരങ്ങൾ. മാപ്പിള നാട്ടിൽ ഒരു പ്രാഥമിക വിദ്യാലയം പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫറൂഖിൽ ഒരു കലാലയം മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ഈ മാപ്പിളമാരുടെ നാളത്തെ പ്രഭാതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പുരോഗതിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ഈ മൊട്ടക്കുന്നുകളിൽ ഒരു സർവകലാശാലയ്ക്ക് രൂപം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ രൂപം നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് CPI എന്ന് നിങ്ങളുടെ പ്രമേയത്തിൽ പറയുന്നത് 60 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ്. മുസ്ലിം ലീഗിന് അതിന്റെ ആവശ്യമില്ല. 60 കൊല്ലങ്ങൾ കാത്തു നിൽക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കാലതാമസം ഉണ്ടായില്ല. അതിന് കാരണം ഇസ്മായിൽ സാഹിബിനെ പോലെ, KM സീതി സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് 60 കൊല്ലം മുമ്പ് പറഞ്ഞു. എന്തു പറഞ്ഞു? ജനായത്തം അംഗീകരിക്കുക,
മതനിരപേക്ഷത അംഗീകരിക്കുക, പാർലമെന്ററി ഡെമോക്രസിയുടെ ഭാഗമാകുക, എന്നിട്ടൊരു ജനശക്തിയായി മാറി ദേശീയ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് സ്വന്തം ഭാഗതയെ നിർണയിക്കുക എന്ന് മുസ്ലിം ലീഗ് ഒരു പ്രമേയം അംഗീകരിച്ചു. ലീഗ് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ ജീവിതം ഉറപ്പുവരുത്താൻ രാഷ്ട്രീയമായി ഒന്നിക്കുക. ആ രാഷ്ട്രീയമായി ഒന്നിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയ കേരളക്കരയിൽ CPI 60 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വൈകാരികമായ വിഷയങ്ങളിൽ പെട്ട് തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ടാക്കാൻ സച്ചാർ സമത് പ്രേരണ നൽകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ മാപ്പിള നാട്ടിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ കഠിനാധ്വാനം ചെയ്ത് കെട്ടിപ്പടുത്ത ഈ രാഷ്ട്രീയ ഐക്യം, ഈ മാപ്പിള മണ്ണിൽ ഈ ഹരിത രാഷ്ട്രീയത്തിന്റെ ഭാവി ഈ സമുദായം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, വരാനിരിക്കുന്ന നാളുകൾ നിർണായകമാണ്. ആ നാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ അനൈക്യമുണ്ടാകാതെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥമാണ്. ആ ഐക്യം എന്ന് പറയുന്നത് കേരളക്കരയിൽ നമ്മളിവിടെ നമ്മുടെ നേതാവ് ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനുണ്ട്. ആ രാഷ്ട്രീയ ലൈൻ ഈ കേരളക്കരയിലെ എല്ലാ മുസ്ലിം സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന ലൈനാണ്. അത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മദ്രസ പഠനം തടസ്സപ്പെടുന്ന രീതിയിൽ നീക്കമുണ്ടായപ്പോൾ, ലൈംഗിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുത്തപ്പോൾ, സ്കൂളുകളിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഇടകലർത്തിയിരുത്തണമെന്ന തീരുമാനം വന്നപ്പോൾ നമ്മുടെ നേതാവ് നൽകിയ ആഹ്വാനം കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുകയുണ്ടായി. ചെറുശ്ശേരി ഉസ്താദും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും AP അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഹുസൈൻ മടവൂരും ആരിഫ് അലിയും തെക്കൻ കേരളത്തിലെ കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയും അടക്കമുള്ള പണ്ഡിതന്മാർ നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് ഈ വെല്ലുവിളികൾ അതിജീവിക്കാൻ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം. നമ്മുടെ ഈ ഐക്യമാണ് പ്രധാനം. ഈ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഈ കേരളക്കരയിലെ മുസ്ലിങ്ങളെ പ്രാപ്തമാക്കിയ പൊതുവേദി എന്ന നിലക്ക് മുസ്ലിം ലീഗ് അതിന്റെ ചൈത്രയാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചത് മാത്രം ആവർത്തിച്ചുകൊണ്ട് ഈ വാക്കിനെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയം കേവലം രാഷ്ട്രീയമല്ല, നിർമ്മാണമാണ്. നമ്മുടെ ലക്ഷ്യം സഹോദരിമാരെ, മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഒരു ജനതയുടെ നിർമ്മാണമാണ്. ഒരു ജനതയുടെ പുരോഗതിയെ അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതാണ്. ആ നിർമ്മാണത്തിന്റെ വഴിയിൽ കേരളക്കരയിലെ മുസ്ലിങ്ങളെ സുസജ്ജരാക്കി മാറ്റാൻ നമുക്ക് ഇന്നോളം കഴിഞ്ഞു. അതിന് കഴിഞ്ഞത് നമ്മുടെ ഉലമാഇനെയും നമ്മുടെ ഉമറാഇനെയും നമ്മൾ ഒരുമിച്ച് നിർത്തി എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനങ്ങളിൽ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കടന്നു വന്നിട്ട് പറയും, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ ശിർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ മിനൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ എന്ന് ചാപ്പനങ്ങാടി ഉസ്താദ് നമ്മൾ സദസ്സുകൾ വന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പഴയ പൈതൃകം കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവനമായ പാദസ്പർശമേറ്റ് പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ മക്കാ ഷരീഫിന്റെ മണ്ണിൽ നബി കരീമിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അന്നയുടെ ഖബർസ്ഥാനിനടുത്ത് ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യയിലെ പതിതരായ മുസ്ലിം ജനകോടികളെ ഒരു തള്ളക്കോഴിയെ പോലെ പോറ്റി വളർത്തിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ KM മൗലവിയുടെ കൂടെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കാണിച്ച ആ ദീർഘവീക്ഷണമുണ്ടല്ലോ, ആ ദീർഘവീക്ഷണമാണ് നമ്മുടെ നേതാവ് ശിഹാബ് തങ്ങൾ ഈ വർത്തമാനക്കാലം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ശ്രമങ്ങളെ തകർക്കാൻ ശ്രമമുണ്ടാകുമ്പോൾ ഇന്ന് CPI പറഞ്ഞതുപോലെ 60 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് മാറി ചിന്തിക്കേണ്ടി വരും. 60 കൊല്ലങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാൻ കഴിഞ്ഞ മുസ്ലിം ലീഗ്, രാഷ്ട്രീയമായ പ്രബുദ്ധതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ മുസ്ലിം ലീഗ്, പാർലമെന്ററി ഡെമോക്രസിയുടെ വിപുലമായ സാധ്യതകൾ മനസ്സിലാക്കി കരുക്കം നീക്കാൻ വിജയിച്ച മുസ്ലിം ലീഗ് ആ രംഗത്ത് അടിയുറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഈ രംഗത്ത് നാനാ വഴികളിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. ആ സന്ദേശമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് തന്റെ ഹ്രസ്വമായ വാക്കുകളിൽ നമുക്ക് നൽകിയത്. ആ സന്ദേശവുമായി എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയണം. അതിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. UAE-യിൽ നിന്നിവിടെ നമ്മളുടെ ഈ പരിപാടിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പറന്നെത്തിയ അഹമ്മദ് മുക്കാവി എന്ന അഹമ്മദ്, താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും
KMCCയുടെയും പ്രിയപ്പെട്ട നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഖത്തർ KMCCയുടെ വളരെ മാതൃകാപരമായ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറെ നേരം ചിന്തിച്ചിരുന്നത്, സ്വന്തം അനുയായികൾ സ്റ്റേജിലേക്ക് മദ്യത്തിൻ്റെ കുപ്പികൾ കൊണ്ടെറിയുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ഈ ലോകത്ത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നേതാവിൻ്റെ കൈകളിൽ അത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയോളം ധന്യമായ പാർട്ടി കേരളത്തിൽ മറ്റേതുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പലതിലും നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മാതൃകയായിട്ടുണ്ട്. ഞാൻ KMCCയുടെ ഓരോ വളർച്ചയിലും അഭിമാനിക്കുന്നവനാണ്. കാരണം രാഷ്ട്രീയ രംഗത്തേക്ക് ഞാൻ കടന്നു വന്നത് KMCCയുടെ ഒരു ഭാരവാഹിയായതുകൊണ്ടാണ് എന്നതുകൊണ്ടാണ്. അബുദാബി KMCCയുടെ സെക്രട്ടറി എന്ന നിലയിലാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിലേക്ക് ഞാൻ വരുന്നത് എന്നതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, നിയമസഭയിൽ KMCCയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ KMCC കാണിക്കുന്ന മാതൃക മറ്റെവിടെയും കാണാൻ കഴിയില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഖത്തർ KMCCയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില സംഭവങ്ങൾ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കാറുണ്ട്. ഒരു പെരുന്നാൾ ദിവസമാണ് ഞാൻ അന്ന് ഖത്തറിലുണ്ടായത്. ആ ഖത്തറിൽ വെച്ച് അന്ന് അവിടെയുള്ള ഒരു സുഹൃത്തിൻ്റെ ഭാര്യ നാട്ടിൽ വെച്ച് മരിച്ചു. വളരെ പ്രധാനപ്പെട്ട VIP ആണ്. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ആ VIP-ക്ക് തൻ്റെ ഭാര്യയുടെ മയ്യത്ത് കാണാൻ ഒരവസരത്തിന് വേണ്ടി ദാഹിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യം, അന്ന് KMCCയുടെ ഭാരവാഹികൾ എംബസിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് എടുപ്പിച്ച് ഒരു ഒഴിവ് ദിവസം അതിന്മേൽ വിസ അടുപ്പിച്ച് അദ്ദേഹത്തെ കയറ്റി അയക്കുന്ന ആ കാഴ്ചക്ക് സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചു. ഒഴിവ് ദിവസം സ്വന്തം നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസ് പോലും തുറപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ഈ ലോകത്ത് KMCC ചെയ്ത ആ സേവനത്തിന്റെ വലിപ്പം എത്ര എന്ന് അന്ന് ഞാൻ ബോധ്യപ്പെടുകയായിരുന്നു. ആ KMCC അവരുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കൂടി അവരുടെ കഴിവ് തെളിയിക്കപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് മുസ്ലിം ലീഗ് പാർട്ടി പല കാര്യങ്ങളിലും മാതൃകയാവുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞവർ പോലും മുസ്ലിം ലീഗ് പാർട്ടി അനിവാര്യമാണ് എന്ന് കണ്ടെത്തുകയാണ്. ലീഗ് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നോ അത് ഇന്ന് പലരും അംഗീകരിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് 1980 മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഒരു സമരം നടത്തി. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, അന്ന് നമ്മൾ നടത്തിയത് വളരെ ശ്രദ്ധേയമായ മുക്രി മൊല്ല പെൻഷന് വേണ്ടിയാണ്. അന്ന് മുക്രിമാർക്കും മൊല്ലാമാർക്കും പെൻഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PKK ബാബാ സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങൾ ഇളക്കി മറിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ മാർച്ച് കടന്നുപോയപ്പോൾ അന്ന് ആ മാർച്ചിനെ നോക്കി ചിലർ കളിയാക്കി, മുക്രിമാർക്കും മൊല്ലാമാർക്കും പെൻഷൻ കൊടുക്കുന്ന ലീഗുകാരൻ എത്ര പഴഞ്ചനാണ് എന്ന് ഞങ്ങളെ നോക്കി കളിയാക്കിയവർക്ക് ഇന്ന് ആ മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കേണ്ടി വന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, മുസ്ലിം ലീഗിന്റെ ചിന്ത എത്രമാത്രം മുന്നിലാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിം ലീഗ് പാർട്ടി സമുദായത്തിന്റെ താല്പര്യങ്ങളുടെ പ്രശ്നങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ എന്ത് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന ആഭാരവൃദ്ധ ജനക്കൂട്ടം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി വർഷങ്ങളോളം ജോലി ചെയ്യുമ്പോഴും ആ ജോലി ചെയ്യുമ്പോൾ തന്റെ കുടുംബത്തിന് നൽകുന്ന, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിഹിതത്തിന്റെ ഒരു പങ്ക് നേരായ മാർഗത്തിൽ വിനിയോഗിക്കപ്പെടണമെന്നതാണ് ഇവിടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. ആ ചിന്തയാണ് ഇതുപോലെയുള്ള ഒരു വേദി സംഘടിപ്പിച്ച് ജനങ്ങളെ സാക്ഷി നിർത്തി ഇത് നൽകുമ്പോൾ ഞാൻ ഒന്ന് ഓർക്കുകയായിരുന്നു, ഇത് മറ്റേതെങ്കിലും സംഘടനയാണ് നൽകിയത് എങ്കിൽ അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്കറിയാം, 1 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയുടെ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ
അവർ കാണിക്കുന്ന അത് എത്ര വേദികളിൽ എത്ര ദിവസം അതിൻ്റെ പടപ്പുറപ്പാട് നടത്തുമായിരുന്നു. ഇതങ്ങനെയല്ല. ജനങ്ങളെ ഈ സേവനം ബോധ്യപ്പെടുത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സേവനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കയ്യിൽ നിന്നൊന്നും ഇത് പ്രതീക്ഷിക്കേണ്ട. ഇപ്പം ചിലർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ സച്ചാർ കമ്മിറ്റി നടപ്പാക്കി. എന്താ നടപ്പാക്കിയത്? 10 കോടി രൂപ ഞങ്ങൾ നീക്കിവെച്ചു. 10 കോടി രൂപ. ഈ സദസ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം, 10,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കിവെച്ചത്. കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപ നീക്കിവെക്കുമ്പോൾ ആ 10,000 കോടി രൂപയുടെ 10% നീക്കിവെക്കാൻ ആ 10,000 കോടി 24 സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെക്കുന്ന ഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തിന് 5,000 കോടി രൂപ കിട്ടുന്നുവെങ്കിൽ ആ 5,000 കോടി രൂപയുടെ മാച്ചിങ് ഗ്രാന്റ് നൽകാൻ 1% നൽകുന്നത് എങ്കിൽ എത്ര കോടി നൽകണം? 50 കോടി നൽകണം. 50 കോടി നൽകണം. കേന്ദ്ര ഗവൺമെന്റ് നീക്കിവെക്കുന്ന 2% പോലും നീക്കിവെച്ചില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ 75 ലക്ഷത്തിൽ പരം വരുന്ന, നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനസാമാന്യത്തിന് അത് പങ്കുവെക്കുന്ന ഘട്ടത്തിൽ എവിടെ എത്തും സ്ഥിതി? ഇവിടെ ഏകദേശം 13 രൂപയാണ് ഒരു മുസ്ലിമിന് ലഭിക്കുക. 13 രൂപയാണ് കേരളത്തിലെ 10 കോടി രൂപ നീക്കിവെച്ചു എന്ന് കൊട്ടിഘോഷിക്കുന്ന ഗവൺമെന്റിന്റെ വിഹിതത്തിൽ നിന്ന് ഇവിടുത്തെ ഒരു മുസ്ലിം പൗരന് ലഭിക്കുന്നത് എന്ന് സത്യം അറിയുക. 10 കോടി രൂപ ഒരു കാലിത്തീറ്റ ഫാക്ടറിയുടെ പ്രാഥമികമായി തറക്കല്ലിടാൻ നൽകുന്ന ഫണ്ട് പോലും ഇന്ത്യ രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിഷയത്തിന് നീക്കിവെക്കാൻ കഴിയാത്തവർ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക, 10 കോടി രൂപയാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ നീക്കിവെച്ചത് എങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ചില അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ KMCCയുടെ ഒരൊറ്റ ശാഖ നീക്കിവെക്കുന്നത് 1 കോടി രൂപയാണ് എന്ന സത്യം നിങ്ങൾ അറിയുക. ഞങ്ങളുടെ 1 കോടി രൂപ, ഒരു ശാഖ നൽകുന്നത് 1 കോടി, സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നത് 10 കോടി. ഞാൻ ചോദിക്കട്ടെ, ആരാണ് സേവന രംഗത്ത് നേരായ മാതൃക സൃഷ്ടിക്കുന്നത്? ഗവൺമെന്റ് ഖജനാവിലെ വിഹിതം ഉപയോഗിക്കുമ്പോൾ പോലും അത് നേരായ മാർഗത്തിൽ വിനിയോഗിക്കാൻ കഴിയാത്തവർ. ഇവിടെ ഈ മാതൃകകളൊക്കെ കാണിച്ച KMCCയുടെ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഏതൊരു പ്രദേശത്ത് പോയാലും, ഏതൊരു നാട്ടിൽ പോയാലും KMCC ചെയ്യുന്ന സേവനങ്ങൾ എനിക്കറിയാം. ഈ കഴിഞ്ഞ ഗൾഫ് മലയാളികൾ തിരിച്ചയക്കപ്പെട്ട ഘട്ടത്തിൽ അന്നുണ്ടായ ഒരു പ്രത്യേകത ഞാൻ കണ്ടു. വിമാനത്തിൽ നിന്ന് KMCC ടിക്കറ്റ് എടുത്ത് വിമാനം ചാർട്ടർ ചെയ്ത് സൗകര്യങ്ങൾ ഒരുക്കി നമ്മുടെ സഹോദരന്മാരെ ഇങ്ങോട്ട് തിരിച്ചയച്ച ആ ദിവസം, അന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ വരെ സ്വീകരിക്കുമ്പോൾ ആ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ യാത്രക്കാരനും അവിടെ നിൽക്കുന്നവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഞാൻ ഓരോരുത്തരെയും നോക്കി, ഞങ്ങളിതാ നിങ്ങൾ ചെയ്ത ഈ സേവനത്തിന് ഞങ്ങളുടെ കയ്യിൽ നൽകാൻ ഒന്നുമില്ല, പക്ഷേ ഒന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ ശരീരം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇത് ആവശ്യമാണോ? അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊന്ന് ആഹ്വാനം ചെയ്താൽ ഇത് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ എത്രയോ സഹോദരന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരുപാട് അന്യമതസ്ഥരുണ്ടായിരുന്നു, ഇതര ജാതിക്കാരുണ്ടായിരുന്നു. ഈ സേവനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നാട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് KMCCയുടെ പ്രവർത്തകന്മാർ ചെയ്യുന്ന ഈ സേവനങ്ങൾ തുല്യതയില്ലാത്തതാണ്. ആ തുല്യതയില്ലാത്ത സേവനങ്ങൾക്ക് സർവശക്തനായ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം ഇവർക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. പ്രിയ സഹോദര സഹോദരികളെ, മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ ഖത്തർ KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്നേഹസാന്ത്വനം ഇവിടെ ആരംഭിക്കുകയാണ്. ഖത്തർ KMCCയുടെ
കലാസാഹിത്യ വിഭാഗമായ സമീക്ഷ ഒരുക്കുന്ന ഒരു കലാവിരുന്നാണ് ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിന് ചൂടും ചൊറും ഉണർവുമേകാൻ ഏതവസരത്തിലും ഓടിയെത്തുന്ന ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ ഇവിടെ അണിനിരഞ്ഞിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കീബോർഡ് മിസ്റ്റർ കമലുദ്ദീൻ കീശേരി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. കീബോർഡ് and Ashraf Manjeri, keyboard again. Guitar Mr. Anthony Alfred. Jastam Mr. Yeshudas. Rhythm pad Mr. Suresh. Tabla Mr. Nasser Kannur. നമ്മുടെ ഇപ്പം ഈ ഗാനമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മളുടെ പ്രിയ സഹോദരങ്ങൾ മിസ്റ്റർ എരഞ്ഞോളി മൂസ, മിസ്റ്റർ IP സിദ്ദീഖ്, Mr. M.A. Ghafoor, നമ്മുടെ പ്രിയ സഹോദരി റംല ബീഗം, വിളയിൽ ഫസീല, മിസ്റ്റർ യൂസഫ് കാരക്കാട്, ദുബായിൽ നിന്നും നമ്മളെ തേടിയെത്തിയ നമ്മുടെ അഗ്നിത ഗായകൻ യൂസഫ് കാരക്കാട്, ഈ പ്രോഗ്രാം അനൗൺസ്മെന്റിനായി ഇവിടെ എത്തിയിട്ടുള്ള കാഞ്ഞങ്ങാട് രാധാകൃഷ്ണൻ മാസ്റ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ രാധാകൃഷ്ണൻ. സഹൃദയ സദസ്സിന് വന്ദനം. Ladies and gentlemen, we extend a hearty welcome to you all. ഖത്തർ KMCCയുടെ സ്നേഹസാന്ത്വനം പരിപാടിയോട് അനുബന്ധിച്ച് ചരിത്രത്തിന്റെ മായാത്ത ഏടുകൾ ഉറങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലത്ത് സംഘടിപ്പിച്ച പരിപാടി വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ആദ്യഗാനം ആലപിക്കാനായി ശ്രീ മൂസ എരഞ്ഞോളിയെ ഞാൻ നിങ്ങളുടെ അനുമതിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സദസ്സിന് മൂസ എരഞ്ഞോളിയെ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് അധിക പ്രസംഗമാകും മാപ്പിളപ്പാട്ട് ഗാനാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും മൂസ എരഞ്ഞോളിയെക്കുറിച്ച് ഒറ്റവാക്ക്. 65-ാമത്തെ വയസ്സിലും ദൈവം തനിക്ക് അറിഞ്ഞു നൽകിയ കണ്ഠനാളത്തിലൂടെ ഒട്ടനവധി മധുരമായ ഹൃദയഗാനങ്ങൾ ആലപിച്ച് ഇന്ന് സിനിമാ താരത്തിന്റെ പ്രതീതിയോടുകൂടി ആവേശത്തോടെ നിൽക്കുന്ന മൂസ എരഞ്ഞോളിയെ നിങ്ങളേവരുടെയും അനുഭവത്തോടുകൂടി ആദ്യ ഗാനം ആലപിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സമാനിൻ കോരിരുളിൽ എന്ന ഗാനത്തോടുകൂടി പരിപാടി ആരംഭിക്കുന്നു. കോരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരോ സമാനിൻ
കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ ഒലുവിൻ വെൺകുളിർ ചൂടി ഉടലാപാദ ശിരം മൂടി ഒലുവിൻ വെൺകുളിർ ചൂടി ഉടലാപാദ ശിരം മൂടി മണ്ണിൻ മടി തിരുനേറ്റി സുജൂദിൽ ചേർത്ത് ഉദോകുമ്പോൾ മണ്ണിൻ മടി തിരുനേറ്റി സുജൂദിൽ ചേർത്ത് ഉദോകുമ്പോൾ ചുണ്ടിൽ ഒരു വിരലന്തയിലായി കൽബിൽ നിലയരുതേ ചുണ്ടിൽ ഒരു വിരലന്തയിലായി കൽബിൽ നിലയരുതേ ഇലാഹി കൽബിൽ നിലയരുതേ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ ധരണി ധന്യ നിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ ധരണി ധന്യ നിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ ഫിർദൗസെന്ന സ്വർഗത്തിലാകെ ഇനിയൊരു പിറവി വരൂ ഫിർദൗസെന്ന സ്വർഗത്തിലാകെ ഇനിയൊരു പിറവി വരൂ ഇലാഹി ഇനിയൊരു പിറവി തരും സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ
തൻ്റെ വളരെ വ്യത്യസ്തമായ അനിതര സാധാരണമായ ആലാപന ശൈലിയിലൂടെ 400ഓളം കാസറ്റുകളിൽ 700ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അനുഗ്രഹീത ഗായകൻ IP സിദ്ദിഖിനെ ക്ഷണിക്കുന്ന വേദിയിലേക്ക് അടുത്ത ഗാനം ആലപിക്കാനായി. തിങ്കൾ ഹബീബുള്ളാവേ റസൂലുള്ളാവേ തിങ്കൾ ഹബീബുള്ളാവേ തൊയ്ബാ പദീൻ ദിവേ തൗഹീദൊളി നിലാവേ ഉലകത്തിലൂടെ തട്ടുവേ ഹർഷിനും കുരിശിനും അധിപതിയുടെയുടെ ഹസനത്ത് ഉലകത്തിലൂടെ തട്ടുവേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്തിയേകിയുള്ള തിരുദൂതരെ രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്തിയേകിയുള്ള തിരുദൂതരെ ഫാത്തിഹയിൽ തുടങ്ങി വാവദത്തൈനിവരെ കുറിക്കാനെ കൊണ്ടുവന്ന മഹമൂദരെ ഫാത്തിഹയിൽ തുടങ്ങി വാവദത്തൈനിവരെ കുറിക്കാനെ കൊണ്ടുവന്ന മഹമൂദരെ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ഹുദായത്തും കനിഞ്ഞുള്ള ഗുരുദൂതരെ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ഹുദായത്തും കനിഞ്ഞുള്ള ഗുരുദൂതരെ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ നാളെയാം മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ നസിഹത്ത് നൽകിയുള്ള നബിയുള്ളാവേ നാളെയാം മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ നസിഹത്ത് നൽകിയുള്ള നബിയുള്ളാവേ ഹാഷിമിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ കണ്ട മുബശിറരേ ഹാഷിമിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ കണ്ട മുബശിറരേ വിലായത്തും കറാമത്തും ബസീറത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായൊരേ വിലായത്തും കറാമത്തും ബസീറത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായൊരേ റസൂലുള്ളാഹേ
തൗഹീദൊളിനിലാവേ അർശിനും കുരിശിനും അധിപതിയുടയുടെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ അർശിനും കുരിശിനും അധിപതിയുടയുടെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ വാത്തുമാവേ തിങ്കൾ ഹബീബുമാവേ വാത്തുമാവേ തിങ്കൾ ഹബീബുമാവേ. അടുത്ത ഗാനത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിനും ലളിതഗാനത്തിനും എ ഗ്രേഡ് നേടി ഏഷ്യാനെറ്റ് ലിറ്റിൽ മാസ്റ്റർ റിയാലിറ്റി ഷോയിൽ ഫൈനലിസ്റ്റ് കൂടിയായ മാസ്റ്റർ ഒമർ ഹസനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ അനുമതിയോടുകൂടി ക്ഷണിക്കുന്നു. പ്ലീസ് പ്ലീസ് കം. അനുഗ്രഹിക്കണം നമ്മുടെ ഈ കൊച്ചുബാലനെ. നാളെ വളർന്നു വരാൻ പോകുന്ന ഗായകനാണ്. കേരളത്തിന്റെ അറിയപ്പെടുന്ന ശബ്ദമായി മാറണം ഒമർ ഹസൻ. Ahmed Mukawi, please come to the stage. Ahmed Mukawi. Assalamu alaikum. First, I want to thank KMCC to invite me in this program, and I want to thank Mr. Isa because he's the first one who bring me to Kerala, and it was my dream to come Kerala to sing for you. And really, I am thank you for all your coming here to this program. I am here today only to make you happy, and I try my best to make you happy. And if any small mistake, Malayali language, I am not very well, but I am trying to sing Malayali. Okay, thank you. മാനസത്തിൻ പുലിവല്ലേ മുഞ്ചിലഞ്ചുംബീവിയാലേ മുത്തിനുത്തറയഹാന മുറാദിനിയല്ലേ മലരെ സുബർ കരാവിനഹു ബുനിയല്ലേ മലരെ സുബർ കരാവിനഹു ബുനിയല്ലേ يا إلهي يا مولاي أين عني حبيبي غاب أنت تعلم ما شكواي ولما عني غاب تعالى تعالى حبيبي يكفي شوق وعذاب تعالى حبيبي يكفي شوق وعذاب ഫർഹാന നിന്നെ കേട്ടാനാശുച്ച് സ്നേഹമുള്ള ഫർഹാന നിന്നെ
കിട്ടാനാശുച്ച് ഇത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല പൂവേ എനിക്കു നിന്റെ കൽവ് തന്നില്ല പൂവേ എനിക്കു നിന്റെ കൽവ് തന്നില്ല യാ ഇലാഹി യാ മൗലായി അയ്ന അന്നി ഹബീബി ഗാബ് യാ ഇലാഹി യാ മൗലായി അയ്ന അന്നി ഹബീബി ഗാബ് അൻത തഅലം മാ ശക്വായി വലിമാ عني غاب تعالى حبيبي يكفي شوق وعذاب تعالى حبيبي يكفي شوق وعذاب اشتمان النل رواك بومكويلي ميموريان يترك على مني يوميان كاتر مكينم ينتي اشتمان النل رواك بومكويلي ميموريان يترك على مني يوميان كاتر مكينم ينتي روحي بريم نال ورينا كاتر منولام നിന്നെ ഓർത്തിരുന്നോലാം പ്രിയം നാൾ വരേന കാത്തിരുന്നോലാം നിന്നെ ഓർത്തിരുന്നോലാം സ്നേഹമുള്ള ഫർഹാന നിന്നെ കിട്ടാനാശിച്ച് ഇത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല പൂവേ എനിക്കു നിന്റെ കൽവ് തന്നില്ല تعالى حبيبي يكفي شوق وعذاب يا حبيبي لمدى البعد تعالى وارحم حالي تعالى نجدد حبا ونذوب فيه عشقا يا حبيبي لمدى البعد تعالى وارحم حالي تعالى نجدد حبا ونذوب فيه عشقا كما انا مشتاق اليك وقلبي ملهوف عليك كما انا مشتاق اليك وقلبي ملهوف عليك كما انا مشتاق സ്നേഹമുള്ള ഫർഹാന നിന്നെ കിട്ടാനാശിച്ച് ഇത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല تعالى حبيبي يكفي شوق وعذاب تعالى حبيبي يكفي شوق وعذاب സ്നേഹമുള്ള ഫർഹാന നിന്നെ കിട്ടാനാശിച്ച് എത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല تعالى حبيبي يكفي شوق وعذاب وبيدك كل اللي قلبي تلله وبيدك كل اللي قلبي تلله തകൃതാ
പറ്റാനർക്കലും ചോദിത്തവരാലും ജയവരും മുഴക്കിക്കൊണ്ടടുത്തവരാലും ജയമുയർന്നവരുടെ സഖിമണിയാലും ജയവേലി മുഴക്കിക്കൊണ്ടടുത്തവരാലും ജയമുയർന്നവരുടെ സഖിമണിയാലും മൂകികൾ വൈപൂരത്തികൾ കീഴിച്ചും മൂകം പൊത്തി ആടത്തുമാർ അണൈത്തീനാച്ചും ആ സൂരലോകമാണിഹൂറ് നിസാദിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള അഹിലിങ്ങളെ സൂരലോകമാണിഹൂറ് നിസാദിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള അഹിലിങ്ങളെ. സഹോദരരെ, അക്രമവും അരാജകത്വവും അനീതിയും കുടികുത്തി വാഴുന്ന ഈ ആസുര വർത്തമാന കാലത്ത് പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവാഹകരായി വേദനിക്കുന്നവന്റെ കണ്ണീര് തുടക്കാൻ കൈകളുയർത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് ശ്രീ OM കരുവാരക്കുണ്ട് രചന നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. എരിയുന്ന തീയിൽ മുളച്ച ലീഗ് എന്ന പ്രസ്ഥാനം എന്നാരംഭിക്കുന്ന ഈ ഗാനം മൂസായിരി ജോലി പാടുന്നു. ആസ്വദിക്കാം. എരിയുന്ന തീയിൽ മുളച്ചലി പത്തുവീക് പറഞ്ഞപ്പോൾ ഹാലിളക്കം നിങ്ങൾക്കെന്റെ ഉള്ളത് ചൊന്നൂടെ. അറബി ഭാഷക്കായി സമരം ചെയ്ത യുവാക്കളെ ചുട്ടുകരിച്ചോരെ അറബി പാവം ചതിയല്ലേ. എരിയുന്ന തീയിൽ മുളച്ച ലീഗെന്ന പ്രസ്ഥാനം വെയിലത്ത് വാടൂല ഊതി തീരെ നടക്കൂല. ഹരിതമാല പൂർവം ചോപ്പിക്കാനാശ വെക്കണ്ട. അരുമശിഹാബിന്റെ മക്കൾ നമ്മൾ മറക്കണ്ട. അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗിന് പകരം വേണ്ടുവാൻ ആരുണ്ട്? ജാതി മത ഭേദമില്ലാതെ വരും സ്നേഹിക്കൂ. നേതാവായി സയ്യിദ് ശിഹാബല്ലാതെ ആരുണ്ട്? എരിയുന്ന പ്രസ്ഥാനം വെയിലത്ത് വാടൂല ഊതി തീരെ നടക്കൂല. ഹരിതമാല പൂർവം ചോപ്പിക്കാനാശ വെക്കണ്ട. അരുമശിഹാബിന്റെ മക്കൾ നമ്മൾ മറക്കണ്ട. പ്രവാസ ജീവിതത്തിനിടയിൽ ചോര നീരാക്കി നാടിനും നാട്ടുകാർക്കും വേണ്ടി സേവനമർപ്പിക്കുന്ന ജന്മനാടിൻ്റെ സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ ജീവിതത്തിന് ഗുണവും മണവും നിറവും നൽകാൻ
അറബിക്കടലിനക്കരെ സ്വന്തം ജീവിതം മണൽക്കാടുകളിൽ ഹോമിച്ചു തീർക്കുന്ന പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് KMCC. ഖത്തറിലെ KMCC ഇന്നിവിടെ നടത്തുന്ന സ്നേഹ സാന്ത്വനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദ്യവും ആത്മാർത്ഥവുമായ ഹരിതാഭിവാദ്യങ്ങൾ. ഹരിതക്കൊടിയുടെ തണൽ വിരിച്ച ശാന്തതയും സാന്ത്വനവും സംരക്ഷണ ബോധവുമാണ് ഞങ്ങളുടെ ശക്തി. അതാണ് ഞങ്ങളെ കർമ്മോന്മുഖരാക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ ഖത്തർ KMCCയുടെ കലാവിഭാഗമായ സമീക്ഷയുടെ ജനറൽ കൺവീനർ ജനാബ് K. മുഹമ്മദ് ഈസ സാഹിബിന്റെ ഗാനമേള വീണ്ടും പുനരാരംഭിക്കുന്നു. നവോത്ഥാനത്തിന്റെ പാത വെട്ടുതുറന്നുകൊണ്ട് ഇന്ന് നമ്മുടെ ഏവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശക്തമായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ നമ്മളെ പ്രാപ്തരാക്കിയ, ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പമുള്ള ബാഫഗീതങ്ങളെ കുറിച്ചുള്ള ഒരു അനശ്വര ഗാനത്തോടു കൂടി IP സിദ്ദീഖ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്ന IP സിദ്ദീഖിന്റെ വേദിയിലേക്ക്. അല്ലാഹുവിന്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമക്കു താരമായിരുന്ന അഹ്ലു ബൈത്തിലെ, അല്ലാഹുവിന്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമക്കു താരമായിരുന്ന അഹ്ലു ബൈത്തിലെ, നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയതെ, നക്ഷത്രമാം പൊലിഞ്ഞു പോയി കണ്ണുനീരതെ, നഗരം മക്കായിൽ വെച്ച് മൃതിയായി പോയോ ആയി പോയോ. അല്ലാഹുവിന്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമക്കു താരമായിരുന്ന അഹ്ലു ബൈത്തിലെ, നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയതെ, നക്ഷത്രമാം പൊലിഞ്ഞു പോയി കണ്ണുനീരതെ, നഗരം മക്കായിൽ വെച്ച് മൃതിയായി പോയോ ആയി പോയോ. മുസൽമാന്റെ കണ്ണിലുണ്ണിയായ പൂങ്കരൻ കനി, മുഖ്യാപ്രസ്ഥാനത്തിന്റെ മാതൃകാതരാമണി, മുസൽമാന്റെ കണ്ണിലുണ്ണിയായ പൂങ്കരൻ കനി, മുഖ്യാപ്രസ്ഥാനത്തിന്റെ മാതൃകാതരാമണി, നിസ്വാർത്ഥ സേവകൻ ബദലി പാരിലാരിണി, നിസ്തുല്യ സ്ഥാനം വിളവ് തീർന്ന് കാണലെന്നിനി, നിജാസതാപ കണ്ണുനീര് തോരലെന്നിനി തോരലെന്നിനി, നിജാസതാപ കണ്ണുനീര് തോരലെന്നിനി തോരലെന്നിനി. ഇസത്തതേറും ജുബ്ബ തലയിൽ കെട്ടുവേഷമേ, ഇനി കാണുന്നില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ, ഇസത്തതേറും ജുബ്ബ തലയിൽ കെട്ടുവേഷമേ, ഇനി കാണുന്നില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ, ഇസ്ലാമിൻ ജീവനാടിയായിരുന്ന ബാഫഖി, ഇഹലോകവാസവും വെടിഞ്ഞ് പോയി പൊന്നഖി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ മുത്ത്
റസൂലിൻ കുലത്തിലെ അരുമപ്പുതാരമായിരുന്ന അഹ്ലു ബൈത്തിലെ നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ ഫഖീറെ നക്ഷത്രമാ പൊലിഞ്ഞു പോയി കണ്ണുനീരേ നഗരം മക്കായിൽ വെച്ചു മൃതിയായി പോയോ ആയി പോയോ നഗരം മക്കായിൽ വെച്ചു മൃതിയായി പോയോ ആയി പോയോ നഗരം മക്കായിൽ വെച്ചു മൃതിയായി പോയോ ആയി പോയോ നഗരം മക്കായിൽ വെച്ചു മൃതിയായി പോയോ ആയി പോയോ. അടുത്ത ഗാനം റംല ബീഗം പാടുന്നു. അവർക്ക് 21 വയസ്സുണ്ടാകുമ്പോൾ പാടിയ ഇരുലോകം എന്ന ഗാനം അരേ സ്വരമാധുരിയോടുകൂടി നമുക്ക് വീണ്ടും ആസ്വദിക്കാം. ലോകം ജയമണി നബിയെന്ന തിരേമുമ്പന്നീ ഈരൈദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ഈരേ ലോകം ജയമണി നബിയുള്ള തിരേമുമ്പന്നീ ഈരൈദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ചൊന്നവർ മന്നത ഭീകരമേറ്റി എന്നുடைய പുതിയെന്ന് ചൊല്ലാതെ ഉന്നിടയാൻ കിഴവൻ കുടക്കോച്ചി പോറ്റിടை ഭരതവൻ പ്രിയമുടെ ഹബീബുല്ലാവേ പോരീശ കടലുട ദിനകരം റസൂലുള്ളാവേ അല്ല അവൻ തിരുഹുക്കുളിതാര മലയാലുണ്ടെന്ന് കേട്ടുവൻ ഹാജ നല്ല സിറിയുഗം കത്തും സിറാജ സിറാജാവൾ മനയുടെ വലം പുറം ഷഹാദത്തണ്ടേ തീര കുറിതരി പെടുകണ വളരുമാകൊണ്ടേ കൊണ്ടുമേ ഒരു പുറങ്കുളമതി വേണം കൊണ്ടുമക്കിണറത് വളപ്പുകൾ താനം കണ്ടിയിൽ പുരുഷനും ഉള്ളവൾ മാനം മാനം കനിമണി വടിവോടെ പശു വേണം നീ മതലൊത്ത് കുഴലിനെ ഇണയാക്കി തരുവീൻ പൊന്നേ പൊന്നൊരു നാളകം നാളകം തങ്ങൾ മിനിയ ചേർത്ത് തരേണമേ ഉങ്ങൾ തന്നിടണം ഒരു കത്തതിനിപ്പോൾ കത്താതിൽ നബിയണ്ടൽ എഴുതിയും തരൂബീൻ മുത്തേ ഖബറാലെ നബിഹാലും കരം മങ്ങി മനം മൂഷിത്തേ മുഷിത്ത് ബിലാലെ വിളിച്ചു രഹിത്തേ അഴകിയറിന്തിനി വാഗ്രഹിതേ മുഷ്ണി നടന്നവർ വാടിയടുത്ത് അടുത്തുറ്റാറി നബിയെ ഈ പരിശത്തുൾ എന്നെ കണ്ടില്ല ആവത്തേകൾ പറഞ്ഞും കൊണ്ടിരിക്കുന്ന സമയം ചൊല്ല
സമാദരണീയനായ സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കേരള മുസ്ലിം ജനതയുടെ ദിവസം കടന്നു പോകില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് തീർച്ചയായും അതിശയോക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതാ ശിഹാബ് തങ്ങളെ കുറിച്ച് ശ്രീ പി ടി അബ്ദുൽ റഹ്മാൻ രചിച്ച അനശ്വരമായ വരികൾ ഗഫൂറിന്റെ ശബ്ദത്തിൽ കേട്ട് ആസ്വദിച്ച ഗാനം വീണ്ടും ഗഫൂർ നിങ്ങൾ കൈപ്പാടും. ഇന്ത്യൻ മുസ്ലിം ജനതക്കകിലം നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വന്തം ജീവന രക്തം കൊണ്ട തിരുപേരെഴുതി പഠിച്ചു ഞങ്ങൾ. അകളങ്കിതനായി അതുലാതരനായി പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ. അകവും പുറവും തിളങ്ങും തങ്ങൾ കനുസരണോത്സുകരാണി ഞങ്ങൾ. ലക്ഷണമൊത്തൊരു നേതാവാണ് ശിഹാബ് തങ്ങൾ അറിയിടുന്നു. ലക്ഷം ലക്ഷം ജനതയൊന്നായി ലക്ഷ്യം നേടാൻ ഒരുങ്ങിടുന്നു. സമുദായത്തിൻ ഉത്കർഷത്തിൻ ഒരുമിച്ചൊരുമിച്ചണിയണിയായി സകലം സതതം നേതാവിന്റെ കൽപ്പന കേൾക്കാനുഴറുകയായി. ഇന്ത്യൻ മുസ്ലിം ജനതക്കകിലം നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വന്തം ജീവന രക്തം കൊണ്ട തിരുപേരെഴുതി പഠിച്ചു ഞങ്ങൾ. അടർക്കളത്തിൽ അവകാശത്തിനു നയിക്കയാണ് പാണക്കാട്ട്. അടിവെച്ചതിവേഗത്തിൽ കുതിക്കയാണ് മുന്നോട്ടേക്ക്. ജയിച്ച പച്ച പതാക പാടും പടപ്പാട്ടുകളുടെ ആരവമെങ്ങും. ജനിച്ച പുത്തൻ വികാരവായ്പിൻ തുടികൊട്ടുകളുടെ മുഴക്കമെങ്ങും. ഇന്ത്യൻ മുസ്ലിം ജനതക്കകിലം നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വന്തം ജീവന രക്തം കൊണ്ട തിരുപേരെഴുതി പഠിച്ചു ഞങ്ങൾ. ഒരൊറ്റ നേർവഴി ഒരൊറ്റ പോം വഴി മർത്യോന്നതിയാണ് അന്തിമ ലക്ഷ്യം. ഒരേയൊരാളിനെ ബഹുമാനിക്കാൻ മനുഷ്യരെല്ലാം സന്തതമൈക്യം. ജാതി മതങ്ങൾക്കതീതനായി വാണരുളുന്നു ശിഹാബ് തങ്ങൾ. നീതി പുലർത്താൻ അനുദിനം പാടുപെടുന്നു ശിഹാബ് തങ്ങൾ. ജാതി മതങ്ങൾക്കതീതനായി വാണരുളുന്നു ശിഹാബ് തങ്ങൾ. നീതി പുലർത്താൻ അനുദിനം പാടുപെടുന്നു ശിഹാബ് തങ്ങൾ. ഇന്ത്യൻ മുസ്ലിം ജനതക്കകിലം നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വന്തം ജീവന രക്തം കൊണ്ട തിരുപേരെഴുതി പഠിച്ചു ഞങ്ങൾ. അകളങ്കിതനായി അതുലാതരനായി പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ. അകവും പുറവും തിളങ്ങും തങ്ങൾ കനുസരണോത്സുകരാണി ഞങ്ങൾ. ഇന്ത്യൻ മുസ്ലിം ജനതക്കകിലം നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വന്തം ജീവന രക്തം കൊണ്ട
അടുത്ത ഗാനം പ്രവാസി മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ യൂസഫ് കാരക്കാട് ആലപിക്കുന്നു. അജ്മീറിനെ കുറിച്ചുള്ള ഒരു ഗാനം. मेरा सलाम कहना, मेरा सलाम कहना. പൊന്നും ഇൽമാൽ പൂത്ത രാജാ അജ്മീർ ഖ്വാജാ അജ്മീർ ഖ്വാജാ 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 അജ്മീർ ഖ്വാജാ 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 അജ്മീർ ഖ്വാജാ 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 അജ്മീർ ഖ്വാജാ 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 അജ്മീർ ഖ്വാജാ ശൈഖ് മൊയ്നുദ്ദീൻ അജ്മീർ വാഴും രാജാ മൊയ്നുദ്ദീൻ രാജാ അജ്മീർ വാഴും രാജാ. പമഗ പമഗ മഗരി മഗരി രി സരി ഗമ പ ധീരന ധീരന നന ധീരന ധീരന നന ധീരന ധീരന നന ധീരന നന ദിനാദു ദിന്ന നന നാദു ദിന്ന നന നാദു ദിന്ന നന നാദു ദിന്ന നാദു ദിന്ന നന നാദു ദിന്ന നന നാദു ദിന്ന നന നാദു ദിന്ന. അജ്മീർ വാഴും